الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പൊതുവെ വെറുതെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളും ഉണ്ടാവാം. ജീവിതത്തിൽ ഏറ്റവും പ്രവർത്തനക്ഷമമാകേണ്ട യുവാക്കൾ നല്ലൊരു ജോലി കിട്ടിയില്ല, നല്ലൊരു തൊഴിൽ കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഫോണിലും നെറ്റിലും മറ്റു കളികളിലും തമാശകളിലുമായി കൂട്ടുകെട്ടിലുമായി ജീവിതത്തിന്റെ ഏറ്റവും ക്രിയാത്മകമായ ഒരു സമയം വെറുതെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ജോലിയിൽ നിന്ന് വിരമിച്ച് റിട്ടയർമെന്റിന് ശേഷമുള്ള നല്ല ആരോഗ്യമുള്ള സമയങ്ങളിലും നിഷ്ക്രിയമായിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിലേക്ക് ആരോഗ്യമുള്ള സമയത്തു തന്നെ തിരിച്ചു വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ആളുകളുണ്ട്. തൊഴിൽ ചെയ്യാതെ, ജോലിയെടുക്കാതെ ജീവിതത്തിന്റെ ദിവസങ്ങൾ മുന്നോട്ടു പോവുക എന്നത് യഥാർത്ഥത്തിൽ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള, നമുക്ക് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാൻ കാരണമായിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് ഏറ്റവും നന്നായി വ്യാഖ്യാനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, ധാരാളം ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. ഇത് മാത്രം മതി ഇത്തരം വെറുതെ ഇരിക്കുന്ന, എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വെറുതെ ഇരിക്കുക, ഓവുപാലങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, പൊതുനിരത്തുകളിൽ
എവിടെയെങ്കിലും ഒരു കസേര കിട്ടിയാൽ വെറുതെ ഇരുന്ന് സമയം മുന്നോട്ടു പോകുന്ന ആരോഗ്യങ്ങളെക്കുറിച്ച്, ജീവിതങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ, ഇസ്ലാമിന് ചിലത് പറയാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗൻ. വെറുതെ ഇരിക്കുന്ന ഒരാളെ കാണുന്നത് എനിക്ക് വെറുപ്പാണ്. എന്താ ജോലി എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുക. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് വെറുപ്പാണ്. ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗൻ ലാ ഫി അംരി ദുനിയാഹു വലാ ഫി അംരി ആഖിറതിഹി. ദുനിയാവിന്റെ കാര്യം ചെയ്യൂല, ആഖിറത്തിന്റെ കാര്യം ചെയ്യൂല. വെറുതെ ഓടത്തിന് സുഹൃത്തുക്കളെ ദിക്ർ ചൊല്ലിയിരിക്കുകയാണെങ്കിൽ അത് പറയാം. ദുനിയാവിന്റെ കാര്യത്തിനും ദീനിന്റെ കാര്യത്തിലും ഒന്നും പ്രവർത്തിക്കാതെ നിഷ്ക്രിയമായി വെറുതെ സൊറ പറഞ്ഞിരിക്കുന്ന, മൊബൈലിൽ കളിച്ചിരിക്കുന്ന ഒരു നിഷ്ക്രിയത്തിന്റെ പുതിയ സമൂഹത്തെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവപരമായി നമ്മളിത് കാണണം. കാരണം ഈ നിഷ്ക്രിയത്വം ഒന്ന് അവിടെ ആരോഗ്യത്തെയും ജീവിതത്തെയും നശിപ്പിക്കും, നമ്മുടെ രോഗികളാക്കും, നമ്മുടെ മനസ്സിന്റെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും നഷ്ടപ്പെടുത്തി കളയും. അതോടൊപ്പം തന്നെ അത്തരം ആളുകളെ കൊണ്ട് കിട്ടേണ്ട കുറെ ഉപകാരങ്ങളുണ്ട് വീടിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടാകും. അത് കാരണമായി തീരും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലോ ഒരു റോഡിലോ ഒരു ചെറുപ്പക്കാരൻ വെറുതെ ഇങ്ങനെ ടൗസറൊട്ടി ഇരിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചിന്തിക്കുക? അവൻ എന്തോ ഒരു വേണ്ടാത്തരത്തിന് വന്നതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു തിന്മ ചെയ്യാൻ അവസരം പാർത്തിരിക്കുകയാണെന്നല്ലേ വിചാരിക്കുള്ളൂ. നിഷ്ക്രിയമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ആരെങ്കിലും സുഹൃത്തുക്കളെ നല്ലത് വിചാരിക്കൂ. എല്ലാ ടൗണിന്റെ എല്ലാ സ്ഥലങ്ങളിലും ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന കളറിലും ഡിസൈനിലുമില്ല പുതിയ കുപ്പായങ്ങൾ, 1000-ന്റെയും 2000-ന്റെയും കുപ്പായങ്ങൾ, അത് വാങ്ങിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് സുഹൃത്തുക്കളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ ശ്രമിക്കണം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ട്, ഉപജീവന മാർഗമായ കച്ചവടം അവസാനിപ്പിച്ചിട്ട് പള്ളിക്ക് വരണമെന്ന് പറഞ്ഞപ്പോഴും ജുമുഅ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങൾക്കും തൊഴിലുകൾക്കും പോകണം എന്നാണ്. ഇമാം സഅദി അതിനെ തഫ്സീർ കൊടുത്തതിൽ ത്വലബിൽ മകാസിബി വത്തിജാറ, നിങ്ങളുടെ സമ്പാദ്യത്തിനും കച്ചവടങ്ങൾക്കും വേണ്ടി പള്ളിയിൽ നിന്ന് ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പൊയ്ക്കോളി എന്നാണ്. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തേടി, ജോലി തേടി, തൊഴിലുകൾ ചെയ്യാൻ നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപരിച്ചു കൊള്ളുക എന്നാണ് ആ ആയത്തിന്റെ വ്യാഖ്യാനവും അർത്ഥവും എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്തെല്ലാം കാരണങ്ങളാണ് ഈ നിഷ്ക്രിയരായി ഇരിക്കുന്ന ആളുകൾ പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അവരെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല, നമ്മളത് തിരുത്തിക്കൊടുത്ത് നേരം പുലർന്നാൽ ആരോഗ്യമുള്ള ഒരാൾ വെറുതെ ഇരിക്കരുത്. അത് നമ്മുടെ നാടിന്റെ നന്മക്കും കുടുംബത്തിന്റെ നന്മയ്ക്കും എല്ലാറ്റും ആവശ്യമാണ്. വെറുതെ നടക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളെ തിന്മയിൽ അകപ്പെട്ടു പോകുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനെ അവസാനം കണ്ടെത്തിയത് അശ്ലീലമായ സൈറ്റുകളിൽ കയറി ലഹരി പിടിച്ച് രാത്രിയും പകലും മുഴുവനും നഗ്നനായി പുതപ്പിനുള്ളിൽ കിടക്കുന്ന ഒരു വിരൂപമായ ഭ്രാന്തനായിട്ടാണ് പിന്നീട് കുടുംബം അവനെ കണ്ടത്. ഈ വെറുതെ ഇരുത്തം സുഹൃത്തുക്കളെ സമൂഹത്തെ എവിടെ എത്തിക്കുമെന്നതിന്റെ ഏറ്റവും നല്ലൊരു രൂപവും സാക്ഷിയുമാണവർ. എവിടെ സുഹൃത്തുക്കളെ വെറുതെ ഇരിക്കാൻ സമയം? സ്വന്തം ജോലി കഴിഞ്ഞു വന്നാൽ സ്വന്തം കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ പോലും നേരമില്ല. 10 ആളുടെയും 20 ആളുടെയും ജോലിയാണ് ആളുകൾ ചെയ്യുന്നത്. ഒരു 400 രൂപ കയ്യിൽ കിട്ടാൻ സുബഹി ബാങ്ക് കൊടുത്തതിന് മുമ്പ് വാഹനത്തിൽ ഡ്രൈവറായി കയറി ഒന്ന് കണ്ണുമയങ്ങാതെ സുബഹി വരെ വാഹനമോടിച്ചിട്ടാണ് ഒരു 300-400 രൂപ കൈപ്പറ്റുന്നത്. ഹോട്ടൽ വരുന്നവിടെ മുഴുവനും എച്ചിലും പാത്രങ്ങളും കഴുകിയിട്ടും 300-400 രൂപ കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ നല്ല ആരോഗ്യവും ശക്തിയുമുള്ളവർ വെറുതെ ഇരിക്കുക. സുഹൃത്തുക്കളെ, ആ വെറുതെ ഇരുത്തം ഒരുപക്ഷെ ഈ സമൂഹത്തിനും എല്ലാറ്റിനും അപകടമായിരിക്കും. പ്രമുഖന്മാരായ പണ്ഡിതന്മാരോട് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചില ആളുകൾക്ക് ജോലി ചെയ്യാൻ തടസ്സം മതമാണ്, ദീൻ. ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റിയ ജോലി ഏതാ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നിഷ്ക്രിയമായിരിക്കുന്ന ഡിഗ്രിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഇത് പണ്ഡിതന്മാരോട് ചോദിച്ചു. ഞാൻ അതിന്റെ അറബി വായിക്കുന്ന സുഹൃത്തുക്കൾ, അത്തരം സംശയമുള്ളവർ അത് ദൂരീകരിച്ച് നാളെ എന്തെങ്കിലും പണിക്കിറങ്ങാൻ വേണ്ടിയിട്ടാണ്.
അക്മൽതു ദിറാസാത്തി അൽ ഉലിയ, ഞാൻ എന്റെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഞാൻ പൂർത്തിയാക്കി. ചോദ്യകർത്താവ് പറയാണ് വഹസൽതു അലാ ഷഹാദത്തിൻ ഫി ഇദാറത്തിൽ മവാരിദിൽ ബശരിയ, MBA ബിസിനസ് മാനേജ്മെന്റിൽ ഡിഗ്രി എടുത്ത ഒരാളാണ് ഞാൻ. ലാക്കിൻ ബഅദ അൻ ഹദാനി അല്ലാഹു ഇലൽ ഇൽതിസാമിൽ ഇസ്ലാം, പക്ഷെ അതിനുശേഷം ഞാൻ ഇസ്ലാം ശരിക്കൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അറ അന്ന ഹാദൽ മുഅഹിൽ സ്വാറ അദീമുൻ നഫ്അ, ഇന്റെ ഈ ഡിഗ്രി എനിക്ക് ഉപകാരമില്ലാത്ത മാതിരി തോന്നുക. കാരണം ഞാൻ എന്ത് ജോലിയാ, എവിടെ പോയി എന്ത് ജോലിയാ ചെയ്യാനാണ്. ഇനി 3 കാരണമാണ് അവൻ തടസ്സമായി പറഞ്ഞത്. ഒരു കാരണം കിതാബത്തു റിബ, ഞാൻ പലിശ എഴുതേണ്ടി വരുമെന്നാണ്. രണ്ടാമത്തെ കാരണം അവൻ പറഞ്ഞ കാരണം മുഖാബലത്തുൽ മർഅ ദൂന മഹ്റം, മഹ്റമില്ലാത്ത സ്ത്രീകളുമായി സംഗമിക്കേണ്ടി വരുന്നതാണ്. മൂന്നാമത് പറഞ്ഞ് മുഖ്തലിതത്തുൻ ഫതുദ്ഹിറു നിസാഉ അമാമ റിജാലി ജമാലഹ, സൗന്ദര്യം കാണിച്ചു വരുന്ന സ്ത്രീകളുടെ സൗന്ദര്യം അവരോട് കൂടി കലരേണ്ടി വരും. 3 കാരണങ്ങളാ പറഞ്ഞു. സുഹൃത്തുക്കളെ, എല്ലാ ഇസ്ലാമും പഠിച്ച അഖീദയും ദീനൊക്കെ പഠിച്ച പ്രമുഖന്മാരായ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സഭ ഈ കുട്ടിക്ക് കൊടുത്ത മറുപടിയാണ്. ഒന്നാമത് പറഞ്ഞത് ഹറാമായത് 2 വിധമുണ്ട്. ഒന്ന് മുഹറമൻ ലിദാത്തിഹി, ഒരു നിലക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് തനിയെ നിഷിദ്ധമായ കാര്യം, അതാണ് ഇപ്പൊ പലിശ. അപ്പൊ പലിശന്റെ വട്ടികളും മറ്റു കാര്യങ്ങളും നടത്തുന്ന ചിട്ടികളും നടത്തുന്ന സ്ഥാപനങ്ങളിലൊന്നും പോയിട്ട് ജോലി ചെയ്യണ്ട, അത് നിനക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മദ്യം വിൽക്കുന്നിടത്തൊരു സപ്ലയറായി ജോലി ചെയ്യണ്ട, അതൊക്കെ ഇസ്ലാം നേർക്ക് നേരെ നിരോധിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഉപദേശിക്കുകയാണ്, ഇതാക്കാനൽ ഇഖ്തിലാത്തു നിസാഉ ബിർരിജാലി അംറൻ വാഖിഅൻ ഫീ ബിലാദിക്കും, ഇനി അവിടെ വല്ല പെണ്ണുങ്ങളും വരുന്നുണ്ട് എന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ, അവരുമായി കൂടിക്കേണ്ടി വരുമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലാതൊരു ജോലിയും നിനക്ക് ചെയ്യാൻ പറ്റില്ല. വാഖിഅൻ ഫീ ബിലാദിക്കും, അത് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. ബസ്സിലും ബസ് സ്റ്റോപ്പിലും ജീവിതത്തിന്റെ ഏത് ഘടകത്തിലും, മുട്ടായി കച്ചവടം ചെയ്യുകയാണെങ്കിലും ഒരു കുട്ടിനെടുത്തൊരു പെണ്ണ അവിടെ വരും, നിനക്കങ്ങനെ സാധ്യമല്ല. വലാ യക്കാദു തജിദു അമലൻ യഖ്ലു മിൻ ദാലിക്, ഇതില്ലാത്തൊരു ജോലി നിനക്ക് എവിടെയും കണ്ടെത്താനാവില്ല. ഇനിയോ വറഅയ്ത വുജൂദക ഫീ ഹാദിഹിൽ അമാകിൻ, ഇനി ഇങ്ങനത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിനക്ക് അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ അത് നിനക്ക് മുഫീദൻ, അത്തരം സ്ഥലങ്ങളിൽ ആ ജോലി നിനക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ചില തെറ്റുകൾ, നീ ഒരു മാനേജറായിട്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ എത്ര ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യാതെ നിവർത്തിയില്ല നിനക്ക്. എന്റെ നാട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഡിഗ്രിയുള്ള ഒരാൾക്കും നിങ്ങളുടെ നാട്ടിൽ പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? മറുപടിയുണ്ട് സുഹൃത്തുക്കളെ, സ്ത്രീകളിലേക്കുണ്ടാവുന്ന കുഴപ്പങ്ങൾ നിനക്ക് വിട്ടുനിൽക്കാൻ ചില സൂക്ഷ്മതയുടെ ചില നടപടിക്രമങ്ങൾ നീ പാലിച്ചാൽ മതി. അങ്ങനെ പാലിച്ചുകൊണ്ട് നീ ജോലി ചെയ്യുക. എന്തൊക്കെയാണ് മാർഗം? ഒന്ന് കത്തഅജീലി ബിസ്സിവാജ്, നീ വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീകളോട് ഇടപെടുമ്പോൾ സൂക്ഷ്മത പാലിക്കാൻ പറ്റും. ജോലി സ്ഥലത്തെ പെണ്ണുങ്ങൾ എങ്ങനെ നോക്കി നിൽക്കണ്ട, ആ നോട്ടം ഇസ്ലാം നിരോധിച്ചതാണ്, നീ നോക്കാതിരുന്നാൽ മതി. വലൽ ഖൽവതു ബിഹിന്ന, അവരോട് നീ ഒറ്റക്കാവുകയും ചെയ്യരുത്. ഒരു സ്ത്രീയും നീയും ഒറ്റക്കാകാതിരിക്കാൻ ശ്രമിക്കുക. എങ്കിലും ഒരുപക്ഷെ നിനക്ക് ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ സ്ത്രീകളുമായി സംസാരിക്കേണ്ട അവസ്ഥകൾ വരും. അങ്ങനെ വരുമ്പോൾ ചില ഉദ്യോഗസ്ഥകളുമായി നിനക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ വാതിലുകൾ തുറന്നു വെച്ച് മറ്റുള്ളവർ കാണുക മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ. വലാ തജ്ലിസ് ഖരീബൻ മിൻഹ, അവിടെ അടുത്തുപോയി നീ ഇരിക്കുകയും വേണ്ട. സൂക്ഷ്മത പാലിച്ചാൽ മതി എന്ന് ചുരുക്കം. സുഹൃത്തുക്കളെ, ഞാൻ ഇതിങ്ങനെ തന്നെ വായിക്കാൻ കാരണം ജീവിതത്തിൽ ഒട്ടനവധി സൗകര്യങ്ങളും സന്ദർഭങ്ങളും ആയിരക്കണക്കിന് രൂപകൾ ശമ്പളമൊക്കെ വാങ്ങാൻ പറ്റിയ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത, പലപ്പോഴും പണ്ഡിതന്മാരുടെ സൈറ്റുകളിൽ നിന്നും കോപ്പിയെടുത്ത് കേൾക്കുന്ന പല കാര്യങ്ങളും പക്വമതികളായ ആളുകളോട് ചോദിച്ചറിയാത്തതിന്റെ പേരിൽ ഒരു പക്ഷേ ചെറിയൊരു അളവ് ആളുകളെങ്കിലും ജോലി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരും കിട്ടിയ ജോലികൾ ഉപേക്ഷിച്ചവരും ഉണ്ടാകാം. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷ വിറ്റതിന് ഓട്ടോറിക്ഷയുടെ തൊഴിലും ഒഴിവാക്കി വെറുതെ ഇരിക്കുന്നതിന് പറഞ്ഞ ന്യായം, ഒരിക്കൽ ഒരാൾ ഓട്ടോറിക്ഷ വിളിച്ച് എന്റെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയത് സിനിമാ തിയേറ്ററിന്റെ മുന്നിലായിരുന്നു. അപ്പൊ സിനിമക്കാരെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷയുമായി ഞാൻ എന്തിന് ജോലിയെടുക്കണമെന്നാണ് ന്യായം. സുഹൃത്തുക്കളെ, ഒരു പൊതുസമൂഹത്തിലും ജീവിതത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മത പരമാവധി പാലിച്ചുകൊണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കണം. ഒരു ന്യായം ഇതാണ്.
രണ്ടാമത്തെ ന്യായം തരും, വാപ്പന്റെ അടുത്ത് പൈസ ഉണ്ട്, വാപ്പക്ക് പിന്നെ പണം ഉണ്ടല്ലോ, ഇതിപ്പോ ഞാനൊരു തൊഴിൽ ചെയ്തോളണം എന്ന് എന്താണ് സുഹൃത്തുക്കൾ? അങ്ങനെ ചിന്തിക്കുന്നതും അപകടകരമാണ്. കാരണം വാപ്പ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വിലയും ആ കുട്ടിക്ക് കാണാൻ പറ്റൂല. നമുക്ക് വേദന തോന്നുന്ന നമ്മുടെ മക്കൾ പണം കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു 500 രൂപ എങ്ങനെ വന്നു എന്ന് വാപ്പക്കേ അറിയൂ. 5000ന്റെ നോട്ട് ATM നിന്ന് കാർഡിട്ട് പിൻവലിക്കുന്ന മകന് നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠം സുഹൃത്തുക്കളെ ഭാവിയിൽ അവന് നിലനിൽക്കാൻ പറ്റാത്ത പാഠമാണ്. അവനെ എത്ര കിട്ടിയാലും അവൻ ആ സമ്പത്തിന്റെ വില മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഷ്ക്രിയത്വത്തിന്റെ ഭാവി അവനുണ്ടായിത്തീരും. അതുകൊണ്ട് തൊഴിലെടുപ്പിക്കണം സുഹൃത്തുക്കൾ. വീട്ടിലത്തെ പണികളും നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ. ജോലി ചെയ്യാനുള്ള മനസ്സ്, സമ്പാദിക്കാനുള്ള മനസ്സ് നല്ലതിലൂടെ അത് ആവശ്യമാണ്. ഇനി വാപ്പക്ക് സ്വത്തുണ്ടോ സുഹൃത്തുക്കളെ, അത് നോക്കി നടത്തുന്ന ഒരു പണിയെങ്കിലും കൊടുത്തിട്ടേ പൈസ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പണം ഈ നാട്ടിലിറങ്ങിയാൽ അവന്റെ ശരീരം നശിക്കും, ജീവിതം നശിക്കും, സ്വഭാവം നശിക്കും, ഈ സമൂഹം നശിക്കും. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. പിന്നെ സുഹൃത്തുക്കൾ, ചില ആൾക്കാർ പറയും നല്ലൊരു പണി കിട്ടേണ്ടതെന്നാണ്. നമ്മൾ രാവിലെ പത്രം കണ്ടാൽ പത്രത്തിൽ ആയിരക്കണക്കിന് ജോലിയുടെ പരസ്യങ്ങളാണ്. പണിയില്ല എന്നാണ് ആളുകൾ. പണി സംഘടിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഏത് പണി നമുക്ക് എടുക്കാം. ഖിലാഫത്ത് കിട്ടിയിട്ട് തുണിക്കച്ചവടത്തിന് തുണിയുടെ സെഞ്ചി എടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നത്. ഏത് പണിയെടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ? അൻസാരികളിൽ വലിയൊരു സംഘം ആളുകൾ കൃഷിക്കാരായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു. നജ്ജാറുകളും ഹദ്ദാദുകളുമായ ആശാരിപ്പണിയും അതേപോലെ തന്നെ കൊല്ലന്റെ പണിയും എടുക്കുന്ന എത്രയോ സഹാബികളെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രേഷ്ഠന്മാരെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒന്നാമത്തെ മനസ്സ് നാളെ രാവിലെ എന്തു പണി കിട്ടുന്നുവോ ഒരു മൂലധനം മുടക്കുന്നു. ഒരു കൈക്കോട്ടെടുത്ത് പുറത്തിറങ്ങിയാൽ സുഹൃത്തുക്കളെ 800-900 ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തേക്കുള്ളതല്ല, ഒരാഴ്ചത്തേക്കുള്ളത് കിട്ടാൻ ഒരു ദിവസം കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് പണിക്കാർ സ്ഥിരം വരാത്തത്. സ്ഥിരം വരേണ്ട ആവശ്യമില്ല പണിക്കാരന്. ആഴ്ചക്ക് 3 ദിവസം പോയാലും ഒരാഴ്ച കഴിഞ്ഞു കടന്നു പോകും. അത്രമാത്രം ശമ്പളവും വരുമാനവും ഉള്ളൊരു നാട്ടിൽ നിഷ്ക്രിയമായിരിക്കുന്ന ഒരാളെക്കുറിച്ച് സുഹൃത്തുക്കളെ, വേദന അവരുടെ ഭാര്യമാരുടേതാണ്. അന്യ വീടുകളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു ഭർത്താവിനോട് എന്തു പറയാൻ പറ്റും? വീടിന്റെ ഉത്തരവാദിത്തങ്ങളുടെ, മക്കളുടെ ഉത്തരവാദിത്തങ്ങളുടെ കടങ്ങളും പലിശകളുമായി മേൽമേൽ മറിഞ്ഞിട്ടും ഒന്നും ചെയ്യണമെന്ന് തോന്നാത്ത നിരുത്തരവാദിയായ ഒരു ഭർത്താവിനോട് എന്തു പറയും? ദുർബലയായ ഒരു ഭാര്യ. ഈ നിഷ്ക്രിയത്വം സുഹൃത്തുക്കളെ സമൂഹം ഇടപെട്ട് മാറ്റേണ്ട നിഷ്ക്രിയത. പിന്നെ നാലാമത്തൊരു വിഭാഗം ആൾക്കാരാരെങ്കിൽ ഓൽക്കാണ് ഏറ്റവും സൗകര്യം. ആളുകൾ ഔദാര്യങ്ങൾ തരുന്ന എന്ത് ചെയ്യും? കഷ്ടപ്പാടും പ്രയാസവും തൊഴിലില്ലായ്മയും പറഞ്ഞാൽ ആൾക്കാർ ഔദാര്യങ്ങൾ പോരും. പണിക്ക് പോയാൽ എത്ര കിട്ടിയ സുഹൃത്തുക്കളെ? മാക്സിമം 1000 രൂപ. പിരിക്കാനിറങ്ങിയാലോ കൈനീട്ടാനിറങ്ങിയാലോ 1000-ങ്ങളും 2000-ങ്ങളും 10,000-ങ്ങളും കൊടുക്കുന്നവന്റെ മതബോധവും മനസ്സിന്റെ അലിവും അനുസരിച്ച് കിട്ടും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. സത്യത്തിൽ സ്വന്തം ജീവിതത്തിൽ തനിക്കാവശ്യമുള്ളത് സമ്പാദിക്കുവാൻ കഴിയുന്ന ഒരാൾ കൈ നീട്ടുന്നുവെങ്കിൽ ഉറപ്പിച്ചോ, രണ്ട് നിലക്ക് അയാൾക്ക് നഷ്ടമുണ്ട്. ഒന്നെന്താ അറിയോ? അത്യാവശ്യം അവനാണ് ഉണ്ടാക്കിയതുകൊണ്ട് ജീവിക്കുമ്പോൾ അതിനൊരു ബർക്കത്ത് കൊടുക്കും, ഒരു സുഖവും സമാധാനവും കിട്ടും. എന്നാൽ സുഹൃത്തുക്കളെ, പിരിവ് നടത്തി യാചിച്ച് ആരോഗ്യമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും ആളുകൾക്ക് നേരെ കൈനീട്ടുന്നവർക്ക് അള്ളാഹു ഒരു ബർക്കത്തും കൊടുക്കൂല. അവൻ 75 കൊല്ലം പിരിവ് നടത്തി 8-10 കോടികൾ അവന്റെ കൈകളിലൂടെ കടന്നുപോയാലും ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാൻ പറ്റാത്ത ബർക്കത്തില്ലായ്മ, അനുഗ്രഹമില്ലായ്മ അവന് വന്നിറങ്ങും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉള്ളതുകൊണ്ട് മാന്യമായി ജീവിക്കാനും അധ്വാനിക്കാനും പഠിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, അഭിമാനം മറ്റുള്ളവരോട് കാശ് വാങ്ങുമ്പോൾ, ചോദിച്ചു വാങ്ങുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അഭിമാനത്തിന് പ്രശ്നമുണ്ട് ആരെന്നായാലും. അതുകൊണ്ട് സ്വന്തം നിലക്ക് കൈകളിൽ ഉണ്ടാകണം എന്ന് വിചാരിക്കണം. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ തൊഴിൽ ചെയ്യാതിരിക്കാൻ പറയുന്ന കാരണം എന്താണ്? ആരോഗ്യമില്ലാതെ. സുഹൃത്തുക്കളെ, ഏത് ആരോഗ്യസ്ഥിതിയിലും നമ്മൾ തലച്ചോറ് തകരാറ് വന്ന് കിടക്കാത്തിടത്തോളം കാലം ഒരു മൊബൈൽ ഫോണിൽ ഒരാൾക്ക് ഒരു റീചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചൊരു ജോലി ഒരു ദിവസം 1000 കിട്ടിയില്ലെങ്കിലും 50 രൂപ കയ്യിൽ വന്നാൽ സുഹൃത്തുക്കൾ, അതൊരു സമ്പാദ്യമല്ലേ, സംതൃപ്തിയല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്നത്തൊരു ദിവസം പാഴായില്ലല്ലോ എന്നെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുമല്ലോ സുഹൃത്തുക്കളെ. എന്തെങ്കിലും അവനവന്റെ ആരോഗ്യത്തിനും അവസ്ഥക്കും അനുസരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് നിഷ്ക്രിയമായി നിൽക്കുന്നവരെ, എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുക.
ഒരു പക്ഷേ സുഹൃത്തുക്കളെ, ഈ നിഷ്ക്രിയത്വം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ കച്ചവടങ്ങൾക്ക് ഒരു പങ്കില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആരോട് ചോദിച്ചാലും റിയൽ എസ്റ്റേറ്റാണ് പരിപാടി. എന്താ സുഹൃത്തുക്കളെ ഈ പരിപാടി? എന്താണ്? എല്ലാ ആളുകൾക്കും ലക്ഷങ്ങളും കോടികളും ഒരു ദിവസം കൊണ്ട് കിട്ടുക, ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുക. സുഹൃത്തുക്കളെ, അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും. എപ്പോഴും സംഭവിച്ചില്ലെങ്കിൽ ജീവിതം ദുരിതത്തിലാകും. നമുക്കൊരു പണിയുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതിന്റെ വലിപ്പമോ മഹത്വമോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരു പക്ഷേ ഇത്തരം ഒരു പരിശുദ്ധമായ മിമ്പറിൽ ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കില്ലെന്നറിയാം. സുഹൃത്തുക്കളെ, അള്ളാഹു വിശുദ്ധ ഖുർആനിലും പ്രവാചക ക്ലാസ്സമ്മ ഹദീസുകളിലും ധാരാളം ഈ തൊഴിലുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പകലിനെ നിശ്ചയിച്ചതു തന്നെ മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയാണ്. പകൽ സമയം നിശ്ചയിച്ചത് തൊഴിലിനു വേണ്ടിയാണ്. സജീവമായ ഒരവസ്ഥയെയാണ് പകലെന്ന് വിളിക്കുന്നത്. ആരും ഇങ്ങനെ പകലും ഇങ്ങനെ കടന്നുറങ്ങുക 8:45 വരെ 9 മണി വരെയും സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നേരത്തെ ഞെട്ടി ഉണർന്ന് നമസ്കരിച്ച് തൊഴിലിന് വേണ്ടി ഓടിപ്പോകുന്ന, രാവിലെ ബുക്കൂറിൽ നേരത്തെ പോകുന്ന ഒരു മനസ്സാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ ജീവസന്ധാരണ അവസ്ഥകളാണ് നിങ്ങൾക്ക് അല്ലാഹു ഏർപ്പെടുത്തുന്നത്, നന്ദി വേണ്ടേ എന്നല്ല ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഈ വ്യവഹാരങ്ങളും ചുറ്റുപാടും അല്ല നമുക്ക് അനുഗ്രഹമായി ഉണ്ടാക്കി തന്നതാണ്. അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. സുഹൃത്തുക്കളെ, ഒരു പഴയ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഒരു 2 ചട്ടി മണ്ണിട്ട് ഒരു പയർ വിത്ത് വെച്ചാൽ പോലും മനസ്സിനൊരു സന്തോഷം 2 ദിവസം കഴിഞ്ഞാൽ കിട്ടൂലേ സുഹൃത്തുക്കളെ? ഈ ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അതിന്റെ ചുമലിലൂടെ നിങ്ങൾ ചവിട്ടി നടന്നുകൊള്ളുകയാണ്. അള്ളാഹു ഈ ഭൂമിയെ നമുക്ക് കൃഷിക്കും സൗകര്യങ്ങൾക്കും ഉപയോഗമാക്കി തന്നു. നബി സല്ലല്ലാഹു വാക്ക് നോക്കൂ സുഹൃത്തുക്കളെ, എന്തെങ്കിലും തിന്നിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ മാ അക്കല അഹദുൻ തുആമൻ ഖത്തു, ഒരാളും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഖൈറം മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാളും നല്ലത് തിന്നാൻ പറ്റിയ മറ്റൊന്നില്ല. ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ചോറ് എന്റെ അധ്വാനത്തിന്റെ ചോറെന്ന് വിചാരിക്കാൻ പറ്റുന്നവനേക്കാളും ഉത്തമമായത് തിന്ന ഒരാളില്ല എന്നാണ്. ഇന്ന നബിയല്ലാഹി ദാവൂദ് കാന യഅകുലു മിൻ അമലി യദിഹി, ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കൈകളെ കൊണ്ടേ ഭക്ഷിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരിയുടെ ഹദീസ്. ഒന്നും വേണ്ട. അന്നത്തെ കാലത്ത് എങ്ങനെ നിങ്ങൾ, കാട് ആരതുമല്ല, വനങ്ങൾ ആരുടേതുമല്ല. അതുകൊണ്ടെന്താ ഒന്നും വേണ്ട, വെറുതെ കയറിപ്പോയാൽ മതി. ഉണങ്ങിക്കിടക്കുന്ന മരങ്ങളും ചൂടും അല്ലെങ്കിൽ മഴുവറ്റ് പോയാൽ മതി. കെട്ടിക്കൊടുന്ന് ഇവിടെ കൊണ്ടേ കൊടുത്താൽ സുഹൃത്തുക്കളെ അയാളുടെ ഉപജീവനം നടക്കും. നബി സല്ലല്ലാഹു പറഞ്ഞു നോക്കുന്നു, വറകുണ്ടാക്കിയിട്ട് ചുമല് വെക്കുക. ഖൈറും മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു ഔ യംനഉഹു, ഒരാൾക്ക് പോയിട്ട് എന്തേലും തരണട്ടോ എന്ന് കൈ നീട്ടുന്നതിനേക്കാൾ, ചിലപ്പോൾ അയാൾ തന്നേക്കാം തരാതിരുന്നേക്കാം, രണ്ടുമാവട്ടെ, അതിനേക്കാളും നല്ലത് ഒരു കെട്ട് വിറക് പുറത്തു ചുമന്ന് വരുന്നതാണെന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ സുഹൃത്തുക്കളെ. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾക്ക് ബാധ്യതപ്പെട്ടവർക്ക്, സുഹൃത്തുക്കളെ, അനന്തരാവകാശികൾക്ക് സ്വത്ത് വേണം, നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വത്ത് വേണം. നമ്മൾ എന്ത് ചെയ്യണം? ഹലാലായ വഴിക്ക് സമ്പാദിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, കരാറുകളെ പാലിക്കണം എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം, നമുക്ക് ചില ബാധ്യതകളുണ്ട്, അത് നമ്മൾ നിർവഹിക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഖഉദു അഹദുക്കും അൻ തലബിർ റിസ്ക്, റിസ്ക് അന്വേഷിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ ആരും ഒരു പണിക്കും പോകാതെ ഇരിക്കരുത്. എന്നിട്ട് വെറുതെ കഴിഞ്ഞിട്ട് അല്ലാഹു മുർസുഖനി, അല്ലാഹു എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കറിയാമല്ലോ, ഫഖദ് അരിംതും അന്ന സമാ അലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്തുനിന്ന് വെള്ളിയും സ്വർണവും മഴയായി വർഷിക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്താലേ നിങ്ങൾക്കുണ്ടാകൂ, നിങ്ങളുടെ അധ്വാന ഫലങ്ങളെ ഉണ്ടാകൂ. സുഹൃത്തുക്കളെ, ഒരു ഹദീസ് കൂടെ, ഇത് ശരിക്കും നമ്മൾ ചിന്തിച്ചു പഠിക്കേണ്ട ഹദീസാണ്. നബി പറയുന്നു, കുല്ലു ജസദിൻ, എല്ലാ ശരീരവും, നബത മിൻ സുഹ്തിൻ, ഹറാമ് തിന്ന് വളർന്ന മാംസമുള്ള ശരീരം, ഹറാമ് തിന്ന് വളർന്ന ആ ശരീരം, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം നരകത്തിൽ പോകാനാണ് ഏറ്റവും അർഹതപ്പെട്ടത്. ഹറാമ് തിന്നണോല് നരകത്തിലാ പോവുക, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. സഹോദരങ്ങളെ, വല്ലാത്ത വാക്കാണ്. മൻ അക്കല ഹലാലൻ ഫഅല ത്വാഅത്ത്, ഹലാല് തിന്നാൽ നല്ലത് പ്രവർത്തിച്ചു,
വമൻ അക്കല ഹറാമൻ, ഹറാമ് തിന്നാൽ ഫഅലൽ മആസി, തെറ്റ് പ്രവർത്തിച്ചു. വമൻ അക്കല മിന ശുബ്ഹാത്ത്, ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളത് തിന്നാൽ വഖഅ ഫി ശുബ്ഹാത്ത്, സംശയകരമായ കാര്യത്തിൽ പതിച്ചു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലത് തിന്നാൻ, തൃപ്തിയോടെ തിന്നാൻ, സന്തോഷത്തോടെ തിന്നാൻ, നരകത്തിൽ പോകാതിരിക്കാൻ, ഹലാലായ നിലക്ക് ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ നിഷ്ക്രിയമായ അവസ്ഥകളിൽ നിന്ന് മാറണം. ഏതു പ്രായത്തിലും ഏതു സമയത്തിലും മതപരവും ഭൗതികവുമായ കാര്യങ്ങളിൽ നമ്മൾ നിരതമാകണം. ഓരോ ദിവസവും പരിസമാപ്തി കുറിക്കുമ്പോൾ ഇന്നു ചിലതെല്ലാം ചെയ്തു എന്ന ആശ്വാസത്തോടെ നമുക്ക് ഉറങ്ങാൻ പറ്റണം. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എന്തേ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. ലക്ഷ്യങ്ങളൊന്നും അവർക്ക് പറയാനില്ലെങ്കിൽ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ചുരുങ്ങിയതൊരു ദിക്റെങ്കിലും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു പോവാൻ സുഹൃത്തുക്കളെ സമൂഹം സന്നദ്ധമാകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അള്ളാഹു നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനും നല്ലവരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസത്തോടെയും ദീനിനോടുകൂടെയും ജീവിക്കുന്ന ആളുകളെ വെറുതെ ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ അടുത്ത കാലങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളൊക്കെ. ഈ ഭയം സൃഷ്ടിക്കുന്നവരുടെ ലക്ഷ്യം എന്തായാലും മതനിഷ്ഠ പുലർത്തി ജീവിക്കുന്ന ആളുകളെ, ആ മതനിഷ്ഠകളെയും മതപ്രവർത്തനങ്ങളെയും എല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾ പോയി അവസാനം മദ്രസകൾ നിരോധിക്കണം. അതേപോലെ തന്നെ മദ്രസകളിൽ വെച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മതപഠനങ്ങൾ മറ്റു മതസ്ഥരൊന്നും നടത്താത്തതുകൊണ്ട് അത് നടത്തിയാൽ എന്ത് ചെയ്യും, ഇവിടെ തീവ്രവാദം വരും, ഹൈഎസിലേക്ക് ആള് പോകും എന്നിടത്തേക്ക് വരെ ചർച്ചകൾ ആളുകളെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കൾ, അതൊക്കെ ഇസ്സത്തോടെ ആത്മാഭിമാനത്തോടെ പുലർത്തേണ്ടവനാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. നമുക്ക് വൈകല്യമുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ ഇതെന്റെ കുഞ്ഞാണെന്ന് അഭിമാനത്തോടെ പറയുന്നവനാണ് നല്ലൊരു പിതാവ്. പ്രായാധിക്യത്താൽ അവശനായ സ്വന്തം വാപ്പയെ എവിടെയെങ്കിലും ഒരു പൊതുസദസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെന്റെ വാപ്പയാണെന്ന് സന്തോഷത്തോടെ പരിചയപ്പെടുത്താൻ പറ്റണം. സുഹൃത്തുക്കളെ, ഇസ്ലാമിനൊരു തകരാറുമില്ല. ഇസ്ലാം ഏത് കാലത്തിനും ലോകത്തിനും പറ്റുന്ന ഏറ്റവും നല്ല മതമാണ്. ഒരാൾ ചോദിച്ചു, എന്തപ്പോൾ നിങ്ങളൊക്കെ ഈ തുണി നെരിയാണിക്ക് മേലെടുത്തത്? അപ്പൊ എന്താ സുഹൃത്തുക്കളെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നാ തുണിയൊക്കെ ഇനി പഴയമാരെ ആയിക്കോട്ടെന്ന് വിചാരിക്കലാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, അത് നബിസ്ലാസ്മ വിരോധിച്ചൊരു കാര്യമാണ്, നരകത്തിലാണ്. പറഞ്ഞു കൊടുത്ത് നമ്മൾ പള്ളിക്കൊക്കെ വരുമ്പോൾ തുണിന്റെ നെരിയാണിന്റെ താഴേക്ക് ചളി പിടിക്കും, എല്ലാ മലവും മൂത്രവും എല്ലാ വസ്തുക്കളും ഒന്നിച്ച് വലിച്ച് ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ കയറി വന്നാൽ എന്തായിരിക്കും പള്ളിന്റെ അവസ്ഥ? മുസ്ലിം അല്ലാത്ത അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി, നമ്മക്കേ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളൂ. അൻകാലി സൗബിക്ക വഅത്കാലി നഫ്സിക്ക, വസ്ത്രത്തിന്റെ പരിശുദ്ധിക്കും തെക്കുവക്കും നല്ലതാണ്. നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തത്, വേറൊക്കെ മനസ്സിലാവുന്നുണ്ട് സുഹൃത്തുക്കൾ. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മാറുകയാണെങ്കിൽ എന്തേക്കാരം? പണ്ടാരെങ്കിലും നിസ്കരിച്ചു സുഹൃത്തുക്കൾ, 40 കൊല്ലം മുമ്പ് ആരെങ്കിലും ഇവിടെ നിസ്കരിച്ചത് കോയിനടക്കാൻ പള്ളിക്കൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാ? വല്ലാക്ക മാത്രമേ 5 നേരം നിസ്കരിക്കൂ. എന്നാൽ എല്ലാവരും പാടെ മഗ്‌രിബിക്ക് അങ്ങാടിത്തെ പള്ളി മുഴുവൻ നിറഞ്ഞൊഴുകുകയാണ്. മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു തീവ്രത കൂടിയിട്ടുണ്ട്, എല്ലാവരും പാടെ പള്ളി കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരം നിർത്താൻ സുഹൃത്തുക്കളെ. നിർത്താൻ തുടങ്ങിയാൽ എന്തെങ്കിലും കൊണ്ടെടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും. ഇതൊക്കെ വെറുതെ ഭയം. ഇതിൽ അന്വേഷിച്ചിട്ട് എവിടെ എത്തി സുഹൃത്തുക്കളെ? ആരും കണ്ടെത്തിയിട്ടില്ല, ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. വെറുതെ ഭയപ്പെടുത്തുക. അപ്പൊ താടിയുള്ളവർക്കൊരു പേടി, വസ്ത്രം നേലെടുത്തവർക്കൊരു പേടി, പള്ളിയിൽ പോണവർക്കൊരു പേടി, മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്ക് പേടി. ഈ പേടി ആവശ്യമില്ല സുഹൃത്തുക്കളെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഉമ്മ, നമ്മളൊരു സമുദായമാണ്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു നമുക്ക് പ്രതാപം നൽകിയിരിക്കുന്നു. ഫമഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി, ഇസ്ലാം അല്ലാത്ത എന്തുകൊണ്ട് നമ്മൾ പ്രതാപം അന്വേഷിച്ചാലും അതല്ലനല്ലാഹ്, അല്ലാഹ് നമ്മളെ നിന്ദ്യരാക്കും. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ സംസ്കാരം കൊണ്ട് ഇസ്സത്തുള്ളവരാവാൻ ശ്രമിക്കാം. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും തത്വങ്ങളെയും നിരാകരിച്ചും തള്ളിപ്പറഞ്ഞും കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്നത് ഒരു പ്രയോജനം ആർക്കുമില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അതിന്റെ രൂപത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും തെറ്റിദ്ധരിച്ചവർക്ക് അത് ദൂരീകരിച്ചു കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനം ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ.
അള്ളാഹു രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ ഖബറിലും പരലോകത്തിലും എല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ കൂടുതൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على